PV അൻവറെ സംബന്ധിച്ചുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. PV അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പുറന്തള്ളിയാണ് അദ്ദേഹം രംഗപ്രവേശം ചെയ്തത്. പിന്നീട് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് അധികകാലം പോകാൻ കഴിയില്ല എന്ന നില വന്നപ്പോൾ MLA സ്ഥാനം രാജിവെച്ചു. ഒരു പുതിയ പാർട്ടി അദ്ദേഹം ഉണ്ടാക്കി. അദ്ദേഹം ഏതെല്ലാം ക്യാമ്പുകളിൽ എത്തിച്ചേർന്നു എന്നുള്ളതെല്ലാം എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അവസാനം വരെ UDF-ൽ പ്രതീക്ഷ പുലർത്തുന്ന നിലപാടാണ് അൻവർ സ്വീകരിച്ചത്. അൻവറിന്റെ തുടർ നടപടികളും UDF-നെ സഹായിക്കത്തക്ക നിലയിലുള്ള സമീപനമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ നിലപാടുമായി മുമ്പോട്ടാണ് പോകുന്നത്. അൻവർ എന്നുള്ള പ്രശ്നം, അൻവർ എന്ന ഘടകം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ളത് നേരത്തെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അൻവർ എന്ത് നിലപാടെടുത്തു കഴിഞ്ഞാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അത് ബാധിക്കില്ല. അതാണ് ഇന്നത്തെ സ്ഥിതി. എങ്ങനെയാ സർക്കാരിന്റെ കാലത്ത് അവസാന ഉപതെരഞ്ഞെടുപ്പിനായിരുന്നു. കാരണം ഇനിയിപ്പോ ഒരു 10 മാസം കൂടിയല്ലേ ഉള്ളൂ. ഒരു 10 മാസം കൂടിയല്ലേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ആ നിലയ്ക്കൊക്കെ പരിഗണിക്കാൻ കഴിയുന്ന ഒരു സംഗതി തന്നെയാണിത്. അപ്പൊ ഈ നിലമ്പൂരിൽ അൻവർ രാജിവെച്ചപ്പോൾ തന്നെ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരും എന്നുള്ള നിലയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏത് സമയത്തും ഉപതെരഞ്ഞെടുപ്പ് വരാം. ഉപതെരഞ്ഞെടുപ്പ് വരും എന്നുള്ള നില മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്തിട്ടുണ്ട്. സംഘടനാപരമായ തയ്യാറെടുപ്പുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വന്ന സമയത്തൊക്കെയുള്ള ഒരു സജീവമായ ജനമുന്നേറ്റം എന്ന് പറയുന്നത് നേരത്തെ നടത്തിയിട്ടുള്ള ഈ സംഘടനാ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. അത് തുടരുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരളീയ സമൂഹത്തിന് ഗുണകരമാക്കി മാറ്റാൻ എല്ലാ നിലപാടുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുകയാണ്. അല്ല, സർക്കാർ ഈ തെരഞ്ഞെടുപ്പ് ഞാനത് പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. മീഡിയസിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിലുള്ള വിജയവും പരാജയവും നിർണയിക്കുന്നത് അതത് സന്ദർഭത്തിലുള്ള രാഷ്ട്രീയ സ്ഥിതി കൂടി പരിഗണിച്ചാണ്. ഇപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ നടപടികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനുള്ള പിന്തുണ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ഭാവിയെ പരിഗണിച്ചുകൊണ്ട് വൻകിട വികസന പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കി വരികയാണ്. ആ കാഴ്ചപ്പാട് തുടരുകയാണ് ചെയ്യുന്നത്. വലതുപക്ഷ വിഭാഗമാകട്ടെ, നിങ്ങൾ UDF-ന്റെ നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റ് എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അവർക്ക് നഷ്ടപ്പെട്ട അധികാരം തിരിച്ചു പിടിക്കലാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി എന്ത് വൃത്തികേട് സ്വീകരിക്കുക എന്നുള്ള സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ സമീപനമാണ് ഈ പ്രശ്നങ്ങളിൽ എല്ലാം സ്വീകരിച്ചു വരുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളത് ഈ രാഷ്ട്രീയ സ്ഥിതിഗതികളെ ആശ്രയിച്ച് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ വിജയം ഉറപ്പാണ്. ഗവൺമെന്റിന് അനുകൂലമായ നിലപാട് തന്നെയാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലും ചേലക്കരയിലുണ്ടായ വിജയം എന്തായിരുന്നു UDF പ്രചരിപ്പിച്ചത്? ഗവൺമെന്റിനെതിരായ വികാരം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ പ്രകടമാകുമെന്നുള്ളതാണ്. അപ്പൊ ചേലക്കരയിലെ വിജയം ഗവൺമെന്റ് നടപടികൾക്കുള്ള പിന്തുണയിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന പ്രഖ്യാപനം തന്നെയാണ് ചേലക്കര തെരഞ്ഞെടുപ്പിന്റെ ഫലം വ്യക്തമാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ നിന്നുള്ള ഒരാശങ്കയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല. ഗവൺമെന്റിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് കേരളത്തിലുള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.